നമുക്കിന്ന് ഈ ഉലുവ ചീരയും കൊണ്ടൊരു കറി വെക്കാം. നമുക്കിനി കറിക്കുള്ള തോമര കുക്കറിലിടാം. ഒരു 50 ഗ്രാം തോമര കാണും. പിന്നെ ഒരു സവാള അരിഞ്ഞത്, 2 പച്ചമുളക് പൊട്ടിച്ചത്, ഒരു തക്കാളിക്ക. ഇനി നമുക്ക് ചതച്ച 3-4 അല്ലി വെളുത്തുള്ളി, ഇത്ര മഞ്ഞപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് കുക്കർ അടുപ്പേ വെക്കാം. ഇത് 3 സീറ്റി അടിച്ചെടുക്കാം നമുക്ക്. അങ്ങനെ തോമര വെന്തിട്ടുണ്ട്. ഇതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് ചട്ടി അടുപ്പേ വെക്കാം. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പിന് തേങ്ങ ഇടാം. 3-4 സ്പൂൺ തേങ്ങ മതി. ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് അരച്ചുകൊണ്ട് വരാം. ഇത് ഈ പരുവത്തിന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചട്ടി ചൂടായി. നമുക്ക് ഇത് 2 ടീസ്പൂൺ എണ്ണയുണ്ട്, അതങ്ങോട്ട് ഒഴിക്കാം. എണ്ണ ചൂടായെന്ന് തോന്നുന്നു. കടുകിടാം. ഉലുവ ചീര അങ്ങോട്ടിടാം. ഒരു 2 മിനിറ്റ് അതൊന്ന് വാടണം. ഇതെവിടെയെങ്കിലും കിട്ടുമെന്ന് എല്ലാവരും മേടിച്ച് കഴിച്ചോളണം. ഷുഗർ കൺട്രോൾ, BP കൺട്രോൾ ഒക്കെ നല്ലതാണ്. 2 ദിവസം കഴിച്ചാൽ വളരെ നല്ലതാണ്. ഒരു 2 മിനിറ്റ് ഒന്ന് വാടി വരണം. ഇനി നമുക്ക് തോമര വെന്ത അങ്ങോട്ട് ഒഴിക്കാം. ഈ അരപ്പോട് ഒഴിക്കാം. ഇതിനിവിടെ മേത്തിയില എന്നാണ് പറയുന്നത്. നാട്ടിൽ ഉലുവ ചീരയെന്നും പറയും. തോമര ഉലുവ ചീര കറി റെഡിയായി. എല്ലാവരും കാണണം, ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.